ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വീട്ടിലെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ പർച്ചേസ് വ്ളോഗും ഉണ്ട്, ഹോം വ്ളോഗും ഉണ്ട്, അതായത് കുക്കിംഗ് വ്ളോഗും ഉണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ട് മിക്സായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസിന് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പർച്ചേസിന് പോയപ്പോഴത്തേനും പർച്ചേസിന് പോയതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം പേട്ടയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും, അതായത് ഈരാറ്റുപേട്ടയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ മെയിനായിട്ട് പച്ചക്കറി ഷോപ്പിൽ വന്നത് കുറച്ച് പച്ചമാങ്ങ വാങ്ങിക്കാനാണ്. പച്ചമാങ്ങ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ സീസണല്ല, വളരെ കുറവാണ്. പല ഷോപ്പുകളിൽ കയറി ഇറങ്ങിയപ്പോഴത്തേനാണ് പച്ചമാങ്ങ കിട്ടിയത്. അപ്പോൾ പച്ചമാങ്ങ എന്ന് പറയുമ്പോഴത്തേനും വളരെ വളരെ റേറ്റും കൂടുതലാണ്. ഒരു 1 kg ഏകദേശം 150 140 റുപ്പീസൊക്കെയാണ് റേറ്റും. അപ്പോൾ ഞാൻ എന്താണേലും പച്ചമാങ്ങ വാങ്ങിച്ചു. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ടു ദുബായ് പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാങ്ങ അച്ചാർ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാങ്ങ വാങ്ങിക്കലും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ മാങ്ങ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അച്ചാറിടാൻ പാകത്തിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് തിരുമ്മി കുറച്ച് നേരം അങ്ങ് വെക്കുകയാണ്. അപ്പോൾ ഒരു മാങ്ങ അച്ചാറിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി അതൊന്നുമല്ല. കാര്യം എന്താ വെച്ചാൽ ഇത് അമ്മച്ചിയുടെ കുക്കിങ്ങാണ്. ഞാൻ ജസ്റ്റ് ക്യാമറയും വീഡിയോ ഒക്കെ പിടിച്ച് സൈഡിൽ വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മച്ചി ഈ വീഡിയോയിൽ മാങ്ങ അച്ചാർ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൂടാതെ നമ്മുടെ ചക്കയപ്പം അല്ലെങ്കിൽ ഇടനേല അപ്പം ഉണ്ടല്ലോ, അതും കൂടി അമ്മച്ചി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടനേല അപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാനായിട്ടുള്ളത് തലേദിവസമേ ആക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള 1-2 അപ്പം വീട്ടിൽ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമുള്ള കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളാണ് ഇനി മുന്നോട്ട് കാണിക്കുന്നത്. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങ ഒക്കെ ഉപ്പ് തിരുമ്മി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ച് എത്രയോ മണിക്കൂർ എന്നുള്ളത് അമ്മച്ചിക്ക് അറിയത്തുള്ളൂ. എത്രയോ മണിക്കൂർ അമ്മച്ചി ഉപ്പ് തിരുമ്മിയൊക്കെ വെച്ചു. അതിന് ശേഷം നല്ലെണ്ണയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് താളിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് വേണ്ടവർ ചോദിച്ചാൽ മതി. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. അല്ലാതെ ഞാൻ അച്ചാർ ഇടാനൊന്നും ഒരു എക്സ്പേർട്ടല്ല. അപ്പോൾ മാങ്ങ താളിയിലൊക്കെ കഴിഞ്ഞ് വെളുത്തുള്ളിയും ആ ഒരു സ്പൈസസ്, മുളക് പൊടി, ആ ഒരു മിക്സ്, കായപ്പൊടി എല്ലാത്തിൻ്റെയും ആ മിക്സിലേക്ക്, ആ എണ്ണയിലേക്ക് നമ്മുടെ ഉപ്പ് ചേർത്ത് നമ്മൾ തടവി വെച്ച മാങ്ങ എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന്, ഒരുപാട് വേവണ്ട, ജസ്റ്റ് ഒന്ന് ഹീറ്റായാൽ മതി. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ചൂടാറിയതിന് ശേഷം നമ്മളൊരു ബോട്ടിലേക്കായിട്ട് മാറ്റി അടച്ചു വെക്കും. പിന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഈ മാങ്ങ എന്ന് പറയുന്നത് വളരെ ക്രഞ്ചി ആയിട്ട്, നമ്മളിട്ട് വേവിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ക്രഞ്ചി ആയിട്ട് ചോറിനും ഒക്കെ കഴിച്ചു കൂട്ടാനായിട്ട് ആ ഒരു ഫോമാണ് നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മാങ്ങ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അമ്മച്ചിയുടെ ഈ മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്, മാറ്റിയതേ ഉള്ളല്ലോ. അപ്പോൾ ചൂടാക്കി മാറ്റിയതേ ഉള്ളല്ലോ, നല്ല ചൂടാണ്. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതിപ്പോൾ നമ്മളൊരു ഉച്ച സമയത്തൊക്കെയാണ് അച്ചാറിട്ടത്. അത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് മാങ്ങാച്ചാറൊക്കെ കൊണ്ടുപോയാലും കുറച്ചേ കൂട്ടാറുള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഗ്ലാസ് ജാറുണ്ടല്ലോ, ഗ്ലാസ് ബോട്ടിലിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേനും ആ ഒരു പുറത്ത് വെച്ചെങ്കിൽ മാങ്ങ അലുത്തു പോകും, ടേസ്റ്റ് ഇല്ല. അതിൻ്റെ ക്രഞ്ചിനെസ്, അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കഴിക്കാനുള്ളത് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് എടുത്ത് തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കുക. അങ്ങനെയാണ് ഞാൻ മാങ്ങ അച്ചാർ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ചെയ്യുന്നത്.
ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ഇടനേലയപ്പം, ചക്കയപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തലേദിവസമാണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇനിയും ഞാൻ ഏകദേശം പോകുന്നത് ഇനിയും 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പം നമുക്ക് കഴിക്കാനായിട്ട് ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഇടനേലയപ്പം റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ഇടനേലയപ്പത്തിന് വേണ്ടിയിട്ട് ആ തേങ്ങായും മാവും അതുപോലെ തന്നെ ചക്കയെ ചേർത്ത് ആ മിക്സ് തന്നെ വായിൽ വെക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ ആ ഇടനേലയുടെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത്, ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മൾ ഇപ്പം ഇടനേല ഇല്ലാത്തവർ ഇത് പല പല ഇലകളിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒറിജിനൽ രുചി, ഒറിജിനൽ ഫ്ലേവറൊന്നും വരത്തില്ല. പിന്നെ ഇല ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇലയില്ലാത്തപ്പോൾ നമുക്ക് വേറെ ഇലകളിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ച് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ്, ആ ഒരു ഒത്തൻറ്റിക് എന്താ പറയുക, നമ്മുടെ ട്രഡീഷണൽ ഇടനേല അപ്പം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ചക്കയപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് കഴിക്കണമെങ്കിൽ ഈ ഇടനേലയപ്പം തന്നെ വേണം, ഇടന്ന ഇല തന്നെ വേണം. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം അമ്മച്ചി ചെയ്യുന്നത് കംപ്ലീറ്റ് ഇടനേല അപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ അമ്മച്ചി ചെയ്യുന്നത് കംപ്ലീറ്റ് ഞാൻ ഒരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് കൂടുതൽ ഇടനേല നമ്മുടെ വീട്ടിലില്ല. അപ്പോൾ നൈബർ വീട്ടിൽ നിന്ന് നമ്മൾ ഇടനേലയാണ് സാധാരണ, അടുത്തുള്ള വീട്ടിൽ നിന്നാണ് നമ്മൾ ഇടനേല പൊട്ടിക്കാറുള്ളത്. അപ്പോൾ ഞാനിത് അതിൻ്റെ വളരെ ക്യൂട്ട്നെസ്സായിട്ട് അതിൻ്റെ ഒരു പിഞ്ചില ഞാൻ കയ്യിലെടുത്ത് അതൊന്ന് ഇങ്ങനെ ഒന്ന് നോക്കുന്നതാണ്. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ അമ്മച്ചി എന്താ പറയുക, ഇഡ്ഡലിത്തട്ടിൽ നമ്മൾ ആവി കയറ്റാൻ വേണ്ടി ഇടനേലയപ്പം വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2-3 കുറച്ച് കൂടുതൽ ഇല അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും സ്റ്റെമ്മോട് കൂടിയിട്ട് കുറച്ച് ഇല വെച്ച് കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അതിൻ്റെ എസൻസ്, ഇടനേലയുടെ കൂടുതൽ എസൻസ് അല്ലെങ്കിൽ ഫ്ലേവർ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതാ അമ്മച്ചി കുമ്പിൾ കൂട്ടി ഇറുക്കിലി ഒടിച്ച് കുമ്പിൾ കൂട്ടി മാവ് ഫില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ്, മൾട്ടി ടാസ്ക് നടക്കുകയാണ്. കാരണം എല്ലാം അമ്മച്ചി കുമ്പിൾ കൂട്ടി വെച്ചില്ലായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ ഓരോന്ന് ഇലയൊടിക്കുന്നു, കുമ്പിൾ കൂട്ടുന്നു, ഇറുക്കിലി ഒടിക്കുന്നു, മാവ് ഫില്ല് ചെയ്യുന്നു. അങ്ങനെ മൾട്ടി ടാസ്ക്കാണ് ഇവിടെ നടക്കുന്നത്. കാര്യം ഞാൻ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ബഹളം, ഞാൻ അതിൻ്റെ ഇടയിൽ ഹെൽപ്പിന് പോയില്ല. ഞാൻ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മച്ചിക്ക് അത് കൂടുതൽ പണിയാകും. അമ്മച്ചിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മൾ കുറച്ച് മാവേ ഇന്നത്തേനാക്കിയുള്ളൂ, കുറച്ച് മാവേ ഇന്ന് ആക്കിയുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസ് ഇനി ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ടൈമിൽ, കാര്യം ഇക്കാക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി, എനിക്കിത് അത്ര വലിയ ഫേവറേറ്റ് ഒന്നും അല്ല ഇടനേലയപ്പം എന്ന് പറയുന്നത്, പക്ഷേ ഇക്കാക്ക് ഇത് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്കൊക്കെ റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് അമ്മച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ മാറ്റി വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ചക്കപ്പഴം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മാവൊക്കെ ചേർത്ത് തേങ്ങ ഒക്കെ ചേർത്ത് കുറച്ച് റവയൊക്കെ ചേർത്ത് അത് ഫ്രഷ്ലി ഇനി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അമ്മച്ചിക്ക് ആ ചക്കയുടെ കുറച്ച് പഴം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം വെച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തിന്, ശരിക്കും പറഞ്ഞാൽ ഇത് വേവാനുള്ള സമയമൊന്നും ആയില്ല. എങ്കിലും എനിക്ക് ഇതിൻ്റെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് വേഗം തന്നെ അടച്ചതാണ്. ഇതിപ്പോൾ ഹാഫ് വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇപ്പോഴൊന്നും എടുത്തേക്കരുത്, കാര്യം വെച്ചാൽ പുറമേ വെന്തതുപോലെ ഇരിക്കും, ഉള്ളെന്ന് പറയുന്നത് മാവായിരിക്കും. അപ്പം ഞാൻ അത് കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടച്ചതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി അതുപോലെ തന്നെ അടച്ചു വെച്ചു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഞാൻ അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഒരു 30 മിനിറ്റ്സിന് ശേഷം വീണ്ടും ഞാൻ വന്നു. ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട്, ചൂടാണ്, നല്ല ചൂടാണ്. അപ്പോൾ അറ്റത്ത് പിടിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് പരത്തി വെക്കുകയാണ്, അതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട്. ഇപ്പോൾ വെൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ
എന്താണ് ഇതെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, ചക്ക അവൈലബിൾ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണേലും അമ്മച്ചി എവിടുന്നൊക്കെ ചക്ക വിഭവങ്ങൾ റെഡിയാക്കി വെക്കുന്നു, കളക്ട് ചെയ്ത് വെക്കുന്നു, ഞങ്ങൾക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് ചക്ക ഇപ്പോൾ സീസണാണോ, ചക്കയുടെ വിശേഷങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. എന്താണേലും നമ്മൾ ചക്കപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇടനേലയപ്പം പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വെൽ കുക്കായിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, വീട് ഫുള്ള് ഇടനേലയപ്പത്തിൻ്റെ മണമാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്ലേവർ, ആ എസൻസ് കൂടുതൽ അപ്പത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ചും കൂടെ ഇലയും കാര്യങ്ങളുമൊക്കെ അമ്മച്ചി ആ ഇഡലിത്തട്ടിലോട്ട് കുത്തിക്കയറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു പാത്രം നിറച്ച്. അപ്പം ഞാൻ അതൊക്കെ എന്ത് ചെയ്തു, ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇത്രയുമാണ് ഇപ്പോൾ, വളരെ കുറച്ച് ഇത്രേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പോകുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകും. കാര്യം വെച്ചാൽ നമുക്ക് നൈബേഴ്സിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാനും വീട്ടിൽ വരുമ്പോൾ കഴിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഞാനപ്പോൾ ചൂടോടുകൂടി 1-2 കഴിക്കുകയാണ്. അപ്പോൾ ഈ ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് സോഫ്റ്റ്നെസ് ഒക്കെ കൂടുതൽ ഫീൽ ചെയ്യും. നല്ല ആവി പറക്കുന്ന ഇടനേലയപ്പം കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും, അതുപോലെ തന്നെ വായിലിട്ട അലിഞ്ഞോ കഴിച്ചു, അടിപൊളിയാണ്, വളരെ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പർച്ചേസിന് പോയി കുറച്ച് പച്ചമാങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് വീട്ടിൽ കൊണ്ടു കൊടുത്തപ്പോൾ അമ്മച്ചി വളരെ സൂപ്പറായിട്ട് അച്ചാറിട്ട് തന്നു. ഇതൊക്കെയുള്ളൂ.